ഇവിടെ പൊതുപരിപാടികളെ ഇത്തരത്തിൽ മതത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെയൊക്കെ പ്രചാരണ വേദികളാക്കി ദുരുപയോഗം ചെയ്യുന്നതിലുള്ള അഭിപ്രായ ഭിന്നതയാണ് നമ്മൾ ഈ ആവർത്തിച്ച് പറയുന്നത്. ഈ തറവാട് ഭാഗം വെക്കുമ്പോൾ ഈ കിണ്ടിയും കൊളാമ്പിയും ഒക്കെ ആര് ശ്രദ്ധിക്കുന്നു എന്നുള്ളത്. അതുപോലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നിലപാട് KC വേണുഗോപാലും VD സതീശനും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങൾ തൊട്ട് തന്നെ പറയുന്നുണ്ട്. ശ്രീ KP നൗഷാദ് അലി, ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് NS നുസൂറിന്റെ ഒരു പോസ്റ്റ് K സുരേന്ദ്രൻ പങ്കുവെച്ചു കണ്ടു. സ്വാഭാവികമാണ്, അസാധാരണമാണ്. സതീശിന്റെ കോൺഗ്രസ് അല്ലാത്ത ചിലരെങ്കിലും ഉണ്ടല്ലോ എന്ന സമാശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹം ആ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. എത്ര മനോഹരമായാണ് ആ കുഞ്ഞുങ്ങൾ ആ പാട്ട് പാടുന്നത് എന്നതടക്കമുള്ള ചോദ്യവുമായിട്ടാണ് NS നുസൂറിന്റെ പോസ്റ്റ്. ഈ സതീശനായി പ്രത്യേക കോൺഗ്രസ് ഉണ്ടോ, അതോ കോൺഗ്രസിലുള്ളവർക്കൊക്കെ ഏകാഭിപ്രായമുണ്ടോ? മാധു, ഇവിടെ ഞാൻ വീണ്ടും നിങ്ങളോട് ആവർത്തിച്ച് പറയുന്നത്, ഈ ഗാനം ആരെങ്കിലും പാടുന്നതിനോടോ അത് എവിടെയെങ്കിലുമൊക്കെ അവർ ആലപിച്ച് അവരുടെ സംഘടന രീതികളൊക്കെ അവലംബിക്കുന്നതിനോടോ നമുക്ക് എന്ത് എതിർപ്പാണ് ഉള്ളത്? പക്ഷേ ഇതിൻ്റെ എതിർപ്പ് വരുന്നത് പൊതുപരിപാടിയിൽ, സർക്കാർ പരിപാടിയിൽ, പൊതു നിഷ്പക്ഷത പാലിക്കേണ്ട പരിപാടിയിൽ യാതൊരുവിധ പക്ഷപാതിത്വവും കാട്ടാതെ നടത്തണമെന്ന് ഭരണഘടന നിഷ്കർഷിക്കുന്ന ഒരു പരിപാടിയിൽ ഇത്തരം പാട്ടുകളുമായിട്ട് ആളുകൾ രംഗപ്രവേശം ചെയ്യുന്നതിനോടാണ് നമുക്ക് എതിർപ്പ്. അപ്പോൾ ആ ഒരു എതിർപ്പും ആ ഒരു നിയമപരമായ പ്രശ്നവും പറയുമ്പോൾ ഈ പാട്ടിൽ വല്ല രാജ്യവിരുദ്ധതയുണ്ടോ, ഇത് ദേശദ്രോഹമുണ്ടോ, ഈ പാട്ട് രാജ്യസ്നേഹം തുളുമ്പുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ഈ പാട്ടിൻ്റെ രാജ്യസ്നേഹവും രാജ്യവിരുദ്ധതയൊക്കെ നമുക്ക് വേറൊരു ദിവസം ഒരു ചർച്ച വെച്ചാൽ നമുക്ക് അതിൽ പങ്കെടുക്കാം. ഇവിടെ അതൊന്നും അല്ല പ്രശ്നം. ഇവിടെ പൊതുപരിപാടികളെ ഇത്തരത്തിൽ മതത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെയൊക്കെ പ്രചാരണ വേദികളാക്കി ദുരുപയോഗം ചെയ്യുന്നതിലുള്ള അഭിപ്രായ ഭിന്നതയാണ് നമ്മൾ ഈ ആവർത്തിച്ച് പറയുന്നത്. അതിൽ നിയമവിരുദ്ധതയുണ്ട്, ഭരണഘടനാ വിരുദ്ധതയുണ്ട്. ഇപ്പോൾ ഇവിടെ ജയചന്ദ്രൻ മാഷ് ഇങ്ങനെയൊക്കെ വാചാലിലാവുന്നുള്ളൂ. ഞാൻ ആ മാഷോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ കൊല്ലത്തെ കടക്കൽ ശിവക്ഷേത്രത്തിൽ ഒരു ഗാനമേള പരിപാടി നടന്നു. അലോഷി എന്ന ഗായകൻ അവിടെ ഒരു വിപ്ലവ ഗാനം ആലപിച്ചു. ആ വിപ്ലവ ഗാനത്തിനെതിരെ വലിയ തോതിൽ കുതൂഹലമുണ്ടാക്കിയ പാർട്ടിയായിരുന്നു BJP. ഞങ്ങളും അതിനെ എതിർത്തിട്ടുണ്ട്. കാരണം അവിടെ പാടേണ്ട ഗാനമല്ലേ രഹസ്യമായ ഒളിച്ചുകടത്തലുകളിലൂടെ അതിനെ ദുരുപയോഗം ചെയ്യരുത്. അതാണ് നമ്മൾ പോയത്. അല്ലാതെ അലോഷി വേറെ എവിടെയെങ്കിലും ആ പാട്ട് പാടുന്നതിനോട് നമുക്ക് എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഔചിത്യക്കുറവിനെ, ഇത്തരത്തിലുള്ള ദുരുപയോഗങ്ങളെയാണ് നമ്മൾ എതിർക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നിയമവിരുദ്ധതയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അത് നിർഭാഗ്യകരമായ ഒന്നാണ്. ഇവർക്ക് നിയമവും ഭരണഘടനയൊക്കെ അറിയാതെ പോകുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ ഈ വേലി തന്നെ ഇത്തരത്തിൽ വിളവ് തിന്നുമ്പോൾ തീർച്ചയായിട്ടും അതിനെതിരെ പൊതുസമൂഹം മുഴുവൻ രംഗത്ത് വരേണ്ടതുണ്ട്. നാളെ ഒരു സർക്കാർ പരിപാടിയിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഗീതികളും പാട്ടുകളും നേതാക്കളുടെ ഇല്ലാത്ത ആ കാര്യങ്ങളും ഒക്കെ കടത്തിവിടുമ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ അത്തരത്തിൽ, അല്ലെങ്കിൽ CPM കേരള സംസ്ഥാന സർക്കാർ നടത്തുന്ന പരിപാടിയെ ചുവപ്പുമയമാക്കാൻ ശ്രമിച്ചാൽ അതിനെ നമ്മൾ എതിർക്കും. അത് കേന്ദ്ര ഗവൺമെന്റ് അതിനെ സംഘിവൽക്കരിക്കാൻ ശ്രമിച്ചാലും എതിർക്കും. അത് എല്ലാവരും എതിർക്കേണ്ടതാണ്. പറഞ്ഞു ഇത് ഒരു ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമാകുമ്പോഴാണ് അതിൽ എതിർപ്പ് വരുന്നത് എന്നുള്ളത്. ഇത് ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമാവുകയും അതിന്റെ പേരിൽ കോൺഗ്രസും CPM-ഉം നിശ്ചിതമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നതിനിടയിൽ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് NS നുസൂർ ഈ പോസ്റ്റ് ഇടുന്നത്. ആ വരികൾ അങ്ങും കേട്ടതായിരിക്കുമല്ലോ. ഈ എത്ര മനോഹരമായാണ് കുട്ടികൾ ഈ ഗാനം പാടിയത്. ഒരിക്കലും ഒരു വിവാദ ഗാനമല്ല, ഒരിക്കലും ഇതൊരു വിവാദ ഗാനമല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൽ ക്യാമ്പുകളിൽ ഈ ഗാനം പാടിയിട്ടുണ്ട്. ഇന്നും അത് തുടർന്ന് വരുന്നുമുണ്ട്. അപ്പോൾ അത് K സുരേന്ദ്രൻ പങ്കുവെക്കുകയുമാണ്. അത് മറ്റു കോൺഗ്രസ്സുകാരല്ല പങ്കുവെക്കുന്നത്, അത് K സുരേന്ദ്രൻ പങ്കുവെക്കുകയാണ്. മനോഹരമായ പോസ്റ്റ് ആയതുകൊണ്ടാണോ പങ്കുവെക്കുന്നത്? അല്ല, അവരുടെ രാഷ്ട്രീയം ആവർത്തിച്ചു പറഞ്ഞതുകൊണ്ടാണ് അത് പങ്കുവെക്കപ്പെട്ടത്. ഇപ്പോൾ കോൺഗ്രസ് തന്നെ കയ്യിലെടുത്ത് കൊടുക്കുകയാണ്, അത് നിങ്ങൾ വെച്ചോളൂ എന്ന് പറഞ്ഞു. മാധു, ഞാൻ മാധുവിനോടൊരു ഉപമയാണ്, ഒരു ചൊല്ലാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞങ്ങളുടെ എക്കാലത്തെയും പ്രതാപിയായിരുന്ന ഒരു നേതാവായിരുന്നു പനമ്പള്ളി ഗോവിന്ദമേനോൻ. അദ്ദേഹം പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ തറവാട് ഭാഗം വെക്കുമ്പോൾ ഈ കിണ്ടിയും കൊളാമ്പിയും ഒക്കെ ആര് ശ്രദ്ധിക്കുന്നു എന്നുള്ളത്. അതുപോലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നിലപാട്
കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങൾ തൊട്ട് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇത്തരത്തിൽ വല്ല വിവരക്കേടും പറഞ്ഞതിനെ സാമാന്യവൽക്കരിച്ചുകൊണ്ട് ചോദ്യം ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു മറുപടി പറയാൻ താല്പര്യമില്ല. ആധികാരികമായി കോൺഗ്രസ് ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട്, അവിടെ അത് അവസാനിച്ചു. പിന്നെ വല്ലവരും വല്ലതും പറഞ്ഞാൽ അവർക്ക് അവരുടെ വഴി പോകാമെന്നല്ലാതെ അത് കോൺഗ്രസിന്റെ നിലപാടല്ല എന്ന് അസന്നിഗ്ധമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശരി, പനമ്പള്ളിക്കാലത്തെ കോൺഗ്രസിന് കിണ്ടിയും ഒരു വലിയ കാര്യമല്ലായിരിക്കും. ഇപ്പോഴും അങ്ങനെയാണോ എന്നുള്ളത് ചിന്തിക്കുക. പ്രോട്ടോകോൾ വിരുദ്ധതയുമാണ്.